അപ്പോൾ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് പൊളിറ്റിക്കൽ സയൻസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ഇതിനകത്ത് പ്രധാനമായിട്ട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം ചാപ്റ്റർ വൈസ് ആണ് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഒരു 11 ചാപ്റ്റേഴ്സിൻ്റെത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പ്രധാനമായിട്ടുള്ളത് 15ാമത്തെ ചാപ്റ്റേഴ്സ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം 15ാമത്തെ ചാപ്റ്റേഴ്സ് എന്താണ്? നമ്മുടെ ഹൈക്കോടതിയും അതേപോലെ തന്നെ സബോർഡിനേറ്റ് കോർട്ടും. ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഹൈക്കോടതിനെ പറ്റിയിട്ട് ഒരു കുറിപ്പ് ചോദിക്കും. അതായത് എന്താണ് ഹൈക്കോടതിയിലെ ജഡ്ജിമാരെ ക്വാളിഫിക്കേഷൻ എന്താണ്, ഈ കാര്യം എന്തായാലും ചോദിക്കും. അപ്പം ഹൈക്കോടതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഓരോ സംസ്ഥാനങ്ങൾക്കും എന്താണ് ഓരോ കോടതികളാണുള്ളത്, ഓരോ ഉന്നത കോടതികളാണുള്ളത്. ഇതിനെ നമ്മൾ എന്തെന്ന് പറയും? സംസ്ഥാനങ്ങളുടെ ഹൈക്കോടതി എന്ന് പറയുന്നു. ഈ ഹൈക്കോടതികളിൽ ആരാണ് നിയമിക്കുന്നതെന്ന് ചോദിച്ചാൽ ഹൈക്കോടതികളിലെ ജഡ്ജിമാരെ നിയമിക്കുന്നത് നമ്മുടെ പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് എന്തൊക്കെ അടിസ്ഥാനത്തിലാണ് നിയമിക്കുന്നതെന്ന് ചോദിച്ചാൽ പ്രസിഡന്റ് ചീഫ് ജഡ്ജിന്റെ അടുത്തും അതേപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ അടുത്തും അഭിപ്രായം ചോദിച്ചിട്ടായിരിക്കും ഓരോ ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുന്നത്. ഈ ഹൈക്കോടതി ജഡ്ജിമാരാകണമെങ്കിൽ എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് വേണമെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ പൗരനായിരിക്കണം, ജില്ലാ കോടതികളിൽ 10 വർഷമെങ്കിലും വർക്ക് ചെയ്യണം, അതും അല്ലാന്നുണ്ടെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള വേറെ ഏതെങ്കിലും കോടതികളിൽ വർക്ക് ചെയ്യണം, 10 വർഷമെങ്കിലും ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ആയിട്ടെങ്കിലും ഇരിക്കണം, 10 അല്ല 5 വർഷം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇദ്ദേഹത്തിന് 65 വയസ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും? ഇദ്ദേഹത്തിന് ജോലിയിൽ തുടരാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഹൈക്കോടതി ജഡ്ജിമാരുടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി അടുത്ത് ഇവരെങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്? ഇവർക്ക് തെളിയിക്കപ്പെട്ട സ്വഭാവ ദൂഷ്യം എന്തെങ്കിലും ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവരെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ജോലി ചെയ്യാനുള്ള വിമുക്തി കാണിക്കുകയോ അങ്ങനെ ഭരണഘടനാപരമായിട്ടുള്ള എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവരെ ഇവരുടെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യും. പിന്നെ അടുത്തുള്ള ഒരു ചാപ്റ്ററാണ് നമ്മുടെ 16ാമത്തെ ചാപ്റ്റർ, ലോക്കൽ ഗവൺമെന്റ് ആണ്, അർബൻ ആൻഡ് റൂറൽ. ഇതിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ചോദിക്കാം എന്താണ് 74ാം ഭരണഘടനയിലുള്ള നവീകരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കാം. പിന്നെ അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ഫിനാൻഷ്യൽ സോഴ്സസ് ഓഫ് അർബൻ ലോക്കൽ ബോഡീസ്. ഈ 2 ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാം ഇതിനകത്ത് ചോദിക്കാം. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ലോക്കൽ ഗവൺമെന്റ് ആൻഡ് അർബൻ റൂറൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രാദേശികമായിട്ട് നമ്മുടെ ദേശങ്ങളിൽ, അതായത് ഗ്രാമീണ മേഖലയിലെ ഗവൺമെന്റ്സിനെ പറ്റിയിട്ടും നഗര മേഖലയിലെ ഗവൺമെന്റ്സിനെ പറ്റിയിട്ടുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഗ്രാമീണ ഗവൺമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ, അതേപോലെ തന്നെ നഗരപ്രദേശങ്ങൾ വരുമ്പോൾ ആരാണിത്? മുനിസിപ്പാലിറ്റീസ്. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. പിന്നെ അടുത്ത് ചോദിച്ചേക്കണേന്ന് വെച്ചാൽ മുനിസിപ്പാലിറ്റീസിന് 74ാമത്തെ ഭരണഘടന പ്രകാരം ഉണ്ടായ നവീകരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എസ് ടിക്കാർക്കും എന്ത് ചെയ്യുക? അവരുടെ ജനസംഖ്യ കുറച്ചും കൂടി വർദ്ധിപ്പിക്കുന്ന രീതിയിൽ അവർക്ക് സീറ്റ് കൊടുത്തു. അതായത് എസ് ടിക്കാർക്കും നമ്മുടെ മുനിസിപ്പാലിറ്റീസിൽ സീറ്റുകൾ കൊടുത്തു. അതേപോലെ തന്നെ സ്ത്രീകൾക്ക് മുനിസിപ്പാലിറ്റീസിൽ 1/3 എന്നുള്ള രീതിയിൽ സീറ്റുകൾ കൊടുത്തു. ഇലക്ഷൻ കമ്മീഷൻസുകൾ നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും രൂപീകരിച്ചു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് 74ാമത്തെ ഭരണഘടന പ്രകാരം വന്ന നവീകരണങ്ങളായിട്ട് പറയാവുന്നത്. പിന്നെ നമുക്ക് നോക്കാനായിട്ടുള്ളത് ഈ അർബൻ ലോക്കൽ ബോഡീസ്, അതായത് നമ്മുടെ നഗരപ്രദേശങ്ങളിലെ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഏതൊക്കെ? ഈ മുനിസിപ്പാലിറ്റീസിന്റെയൊക്കെ കാര്യങ്ങൾ, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നടക്കാനായിട്ടുള്ള ഫിനാൻഷ്യൽ റിസോഴ്സസ് എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ടാക്സ്, ഫീസ്, ഭൂനികുതി ഇതിൽ നിന്നൊക്കെ ഇതിനുള്ളത് കിട്ടുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിൽ നോക്കണം. ബാക്കി കാര്യങ്ങളൊന്ന് വായിച്ചു വെച്ചേക്കുക. ഇത് പ്രധാനമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പിന്നെ 18ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ 18ാമത്തെ ചാപ്റ്റർ എന്തോന്നാണ്? നമ്മുടെ ഇന്ത്യയിലെ ഇലക്ടോറിയൽ സിസ്റ്റം, അതായത് ഇന്ത്യയിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഇതിനെ പറ്റിയിട്ടാണ് നമ്മൾ 18ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. നമുക്കറിയാം ഒരു ഇലക്ഷൻ നടത്തുന്നത് ആരാണ്? ഇലക്ഷൻ കമ്മീഷൻസ് എന്നാണ് പറയുന്നത്. നമുക്ക് ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനെ പറ്റിയിട്ട് എഴുതാനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷന്റെ അകത്ത് ആരൊക്കെയാണ് വരുന്നത്? പ്രധാനമായിട്ടും 3 ഓഫീസേഴ്സ് ആണ് വരുന്നത്. റിട്ടേണിംഗ് ഓഫീസേഴ്സ്, പ്രൊഡ്യൂസിംഗ് ഓഫീസേഴ്സ്, പോളിംഗ് ഓഫീസേഴ്സ്. ഇവർ 3 പേരും കൂടെ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ഷൻ നടത്തുന്നത്. അതേപോലെ തന്നെ ഇവർക്കൊരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായിരിക്കും. ഇവർക്ക് 6 വർഷം വരെയാണ് കാലാവധി. 65 വയസ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും? ഇവർക്ക് ജോലി തുടരാനായിട്ട് പറ്റും. എന്തെങ്കിലും വീഴ്ചകൾ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഒരു സീറ്റിൽ നിന്ന് മാറേണ്ട ഒരു കാര്യം വരുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കാനായിട്ടുള്ളതെന്ന് പറയുമ്പോൾ എന്താണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ? നമുക്കറിയാം 2004 മുതലാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വന്നത്. അതായത് ഇലക്ഷൻ നടപടികൾ കുറച്ചും കൂടി സുഖകരമായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ്.
പിന്നെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് ഇലക്ഷൻ റിഫോംസ്. എന്തെല്ലാമാണ് ഇലക്ടോറിയൽ റിഫോംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നമുക്കറിയാം, 21 വയസ്സിൽ നിന്നും 18 വയസ്സാക്കി വോട്ടിംഗ് പ്രായം കൂട്ടിയിട്ടുണ്ട്, അല്ല കുറച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വർദ്ധിപ്പിച്ചു, ഐഡന്റിറ്റി കാർഡ് കൊണ്ടാക്കി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു 18ാമത്തെ ചാപ്റ്ററിനകത്ത് വരുന്നത്. പിന്നെ നമുക്ക് നോക്കാനായിട്ടുള്ളത് 20ാമത്തെ ഒരു ചാപ്റ്ററാണ് പ്രാദേശികവാദവും പ്രാദേശിക പാർട്ടികളും. അപ്പം ആ ഒരു ചാപ്റ്ററിനകത്ത് എന്ന് പറയുമ്പോൾ എന്താണ് പ്രാദേശികവാദം, എന്താണ് പ്രാദേശിക പാർട്ടികൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യമാണ് അതിനകത്ത്. എന്താണ് പ്രാദേശികവാദം എന്നുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ എന്താണ് അതിന് പ്രാദേശികവാദം വളരാനായിട്ടുള്ള സാഹചര്യങ്ങളും എന്തൊക്കെയാണ് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്. അപ്പൊ പ്രാദേശികവാദം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ഒരു പ്രദേശത്തോട് തോന്നുന്ന അമിതമായിട്ടുള്ള ഒരു പ്രതിബദ്ധതയാണ് നമ്മൾ പ്രാദേശികവാദം എന്ന് പറയുന്നത്. ഇതുണ്ടാക്കിയ സാഹചര്യം എന്ന് പറയുമ്പോൾ എന്താണ്, രാഷ്ട്രീയമായിട്ടുള്ള പല പല കാര്യങ്ങൾ ഉണ്ടാവും. അതേപോലെ തന്നെ എന്താണ് വ്യത്യസ്തമായിട്ടുള്ള ഭാഷ വരാം, വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരങ്ങള്, അങ്ങനെയുള്ള സ്വയം ഭരണം വേണം, അതിനോടുള്ള വാഞ്ച തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ഗ്രോത്ത് ഓഫ് ദി റീജിയണലിസം എന്ന് പറയുന്നത്. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ ക്ലാസ് നമ്മുടെ ചാനലിലുണ്ട്, കയറി കണ്ടു നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും. നോട്ടും കാര്യങ്ങളൊക്കെ നമ്മളുടെ ഇതിനകത്ത് ഉണ്ട്. അപ്പം അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള വേറൊരു ചാപ്റ്ററാണ് 21ാമത്തെ ചാപ്റ്റർ, പൊതുജനങ്ങളുടെ അഭിപ്രായവും സമ്മർദ്ദ ഗ്രൂപ്പും. ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് എന്താണ് പബ്ലിക് ഒപ്പീനിയൻ, അതായത് എന്താണ് പബ്ലിക് ഒപ്പീനിയൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുജനങ്ങളുടെ അഭിപ്രായം എന്നാൽ എന്ത്. കാരണം പൊതുജനങ്ങൾക്ക് ഓരോ കാര്യത്തിനും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പൊതുജനങ്ങളുടെ അഭിപ്രായം എന്ന് പറയുന്നത്. പൊതുജനങ്ങളുടെ അഭിപ്രായത്തിന് തടസ്സമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് പറയാം, നിരക്ഷരത വരാം, ദാരിദ്ര്യം വരാം, തൊഴിലില്ലായ്മ വരാം, അങ്ങനെ കുറേ കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഈ ഹിൻഡ്രൻസ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ എന്താണ് പ്രഷർ ഗ്രൂപ്പ്, അതായത് ഗവൺമെന്റിനെ സമ്മർദ്ദം ചെലുത്തിയിട്ട് എന്താണ് അവരുടെ വഴിക്ക് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കുമാകുന്ന ഗ്രൂപ്പുകളെയാണ് നമ്മൾ സമ്മർദ്ദ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പ്രൊഫഷണൽ ഗ്രൂപ്പ്സ് വരാം, ടീച്ചേഴ്സ് യൂണിയൻ, ഇതൊക്കെ എക്സാമ്പിൾ ആണ്. പിന്നെ നമുക്ക് നോക്കാനായിട്ടുള്ള 23ാമത്തെ ചാപ്റ്റർ ആണ് എൻവയോൺമെന്റൽ അവയർനെസ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് വരുന്നത്. അപ്പം ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിനകത്ത് പഠിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അതായത് എന്താണ് സുസ്ഥിര വികസനം, അതേപോലെ തന്നെ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് എൻവയോൺമെന്റിൽ ഉണ്ടാകുന്നത്, അതിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാം. അപ്പം എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സുസ്ഥിര വികസനം, അതായത് നമ്മുടെ പ്രകൃതിക്കും യാതൊരു തരത്തിലുള്ള കേടും വരുന്നുമില്ല, നമുക്ക് എന്താണ് വികസനവും നടക്കുന്നത്. ഇതിനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതായത് പ്രകൃതിക്ക് യാതൊരു തടസ്സവും ഇല്ലാതെ നമുക്ക് വികസനവും നടക്കുന്നു, ഇതിനെ നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നു. ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വഴി എന്താണ് കുറെ നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് ഉണ്ടാകും. ഇതിനൊരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾസ് ഒക്കെ. പിന്നെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് എന്തൊക്കെയാണ് എൻവയോൺമെന്റൽ പ്രോബ്ലംസ്. നമുക്കറിയാം എൻവയോൺമെന്റൽ പ്രോബ്ലംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രകൃതി അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങൾ, നമ്മുടെ ഇന്നത്തെ കാലത്ത് നമ്മുടെ പ്രകൃതി ഒത്തിരി പ്രശ്നങ്ങൾ എന്താണ് അനുഭവിക്കുന്നുണ്ട്. അതൊക്കെയാണ് എൻവയോൺമെന്റൽ പ്രോബ്ലംസിൽ വരുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ ജനസംഖ്യയാണ്, നഗരവൽക്കരണമാണ്, വനനശീകരണമാണ്, വ്യവസായവൽക്കരണമാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ നിന്നെല്ലാം നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ, റാലി, പോസ്റ്റർ, അതേപോലെ തന്നെ ബോധവൽക്കരണ ക്ലാസ്സിലൂടെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ എൻവയോൺമെന്റിലെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റും. പിന്നെ 25ാമത്തെ ചാപ്റ്ററിൽ ചോദിക്കുന്ന പ്രധാനമായിട്ട് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എന്താണ് ഗുഡ് ഗവേണൻസ്, അതായത് നല്ല ഭരണം. അധികാരങ്ങളും ചുമതലകളും ഉപയോഗിച്ച് ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള സേവനങ്ങൾ ചെയ്തു കൊടുക്കുക, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു ഭരണം കാഴ്ചവെക്കാൻ പറ്റാത്ത തടസ്സങ്ങൾ ഏതൊക്കെയാണ്, പോപ്പുലേഷൻ ഇങ്ങനെ കൂടുന്നത്, അഴിമതി, യന്ത്രവൽക്കരണം, കലാപം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ എൻവയോൺമെന്റൽ പ്രോബ്ലംസിന് കാരണം, എൻവയോൺമെന്റൽ അല്ല ഗുഡ് ഗവേണൻസിന് കാരണം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് നിന്ന് നിങ്ങൾക്ക് നോക്കാനായിട്ടുള്ളത്, ചാപ്റ്റേഴ്സിൽ നിന്ന് നോക്കാനായിട്ടുള്ളത്. അപ്പം ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ഓരോ ചാപ്റ്റർ ആയിട്ട് പഠിച്ചിട്ട് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് എഴുതാനായിട്ട് നോക്കണം കേട്ടോ.